നമസ്കാരം. സഫലം ഈ യാത്രയുടെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നേരുകയാണ്. ഈ വിഷുവിന് ഒരു നല്ലൊരു പ്രസൻറ്റേഷനാണ് ഞങ്ങൾ നൽകുന്നത്. പേരിൽ തന്നെ പ്രസൻറ്റേഷനുണ്ട്. നിയുക്ത MLA ഡൊമിനിക് പ്രസൻറ്റേഷനാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. ഇതിനു മുൻപ് ഇതേ ചാനലിലൂടെ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മാനസിക സിറ്റുവേഷനിലായിരുന്നു. അത് സീറ്റ് തരുമെന്നറിയില്ല, തന്നു കഴിഞ്ഞാൽ മത്സരിക്കും, പരമാവധി ശ്രമിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധിച്ചു. പക്ഷെ ചുരുങ്ങിയൊരു കാലയളവാണ് കിട്ടുന്നത് അല്ലേ? അതെ. ഇപ്പോൾ ഇത്രയും കാലയളവിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു ഒരു MLA എന്ന നിലയിൽ? നാളെ ഞാൻ MLA ആയിട്ട് 5 മാസം തികയാണ്. നവംബർ 10-ാം തീയതിയാണ് MLA ആയത്. ഇപ്പോൾ ഏപ്രിൽ 15. പക്ഷേ ഇതിനകത്ത് തന്നെ ഒരു കുറേ കാര്യങ്ങളെ കൊണ്ട് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ മുളവകാട് റോഡിൻ്റെ പ്രശ്നമായിരുന്നു. പണമില്ലാത്തത് കൊണ്ടല്ല ആ റോഡിൻ്റെ വികസനം നീണ്ടുപോയത്. പക്ഷേ അതിന് ഈ ഇലക്ഷന് 8 മാസം മുമ്പ് തന്നെ എടുത്ത തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ ഓർഡേഴ്സ് പോലും ആയിരുന്നില്ല. അപ്പോൾ ഇലക്ഷനെ പറ്റി വെച്ചാൽ അവിടെ വോട്ട് ബഹിഷ്കരണം ഉണ്ടായി. ഈ UDFൻ്റെ വോട്ടർമാർ വളരെ സെൻസിറ്റീവാണല്ലോ. അപ്പോൾ അവർ ആക്ച്വലി അതിൻ്റെ അകത്ത് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് പഞ്ചായത്തിൻ്റെ കുറ്റമായി കണ്ട് ആ ഒരു രീതിയിൽ ക്യാമ്പയിൻ നടത്തി. കാരണം ഒരു 10,000 വോട്ട് ചെയ്യാൻ വന്നില്ല. അതുകൊണ്ട് സാധാരണ 2000 വോട്ട് ലീഡ് ചെയ്യുന്ന പഞ്ചായത്തിൽ എനിക്ക് 40 വോട്ട് കുറവായിരുന്നു. ഞാൻ കണക്ക് നോക്കിയപ്പോൾ LDFൻ്റെ വോട്ട് മുഴുവൻ പോൾ ചെയ്തിട്ടുണ്ട്. പോളിയാണ് മുഴുവൻ UDFൻ്റെ വോട്ടാണ്. ഈ പാവങ്ങൾ, പ്രത്യേക സ്ത്രീകൾ, അവർ തീരുമാനം എടുത്ത് ഞങ്ങൾ ഇത്ര വോട്ട് ചെയ്യില്ല. പക്ഷേ LDFകാർ ആ തീരുമാനമൊക്കെ മാറ്റി അവർ വന്ന് വോട്ട് ചെയ്തു. പക്ഷേ ഇവർ വളരെ സ്ട്രെയിറ്റ് ആൻഡ് ഹോണസ്റ്റ് ആയതുകൊണ്ട് ഇവർ വോട്ട് ചെയ്യാൻ വന്നില്ല. അതുകൊണ്ടാണ് എനിക്കവിടെ ഭൂരിപക്ഷം പോയത്. പക്ഷേ എന്നാലും ശരി, എൻ്റെ ആദ്യത്തെ ഇലക്ഷൻ്റെ കഴിഞ്ഞുള്ള ഫസ്റ്റ് റിയാക്ഷൻ തന്നെ ഞാൻ അവിടുത്തെ ഇഷ്യൂ ടേക്കപ്പ് ചെയ്തു. അവിടെ താൽക്കാലികമായിട്ട് അവിടെ യാത്രാക്ലാസ് നിൽക്കാൻ വേണ്ടി MLA ഫണ്ട് തന്നെ ഒരു 6 ലക്ഷം രൂപ കൊടുത്ത് റോഡൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇപ്പോൾ 3 മിനി ബസ് ഓടുന്നുണ്ട്. ബസ് കൊടുത്തുണ്ട്. പിന്നീടുള്ളത് ആ റോഡിൻ്റെ സ്ഥായിയായ വികസനമാണ്. അതിന് ഗവൺമെൻറ് ഏകദേശം 12 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിൻ്റെ ഓർഡേഴ്സൊക്കെ ആയി. കളക്ടർ ചെയർമാനായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഞങ്ങൾ ഈ 4 മാസം കൊണ്ട് പിന്നെ 6 പ്രാവശ്യം കൂടിയിട്ടുണ്ട്. അതിലൊരു ഫസ്റ്റ് ഫേസായിട്ടൊരു 100-110 പേരുടെ ഭൂമി എടുക്കാനുണ്ടായിരുന്നു. അതിൽ ഒരു 55-60 രജിസ്ട്രേഷൻ കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെയൊക്കെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഈ ഭൂമിയുടെ ഈ ഫ്രീ സറണ്ടർ അല്ലല്ലോ, പണം കൊടുത്തെടുക്കുകയല്ലേ. അപ്പോൾ ഒത്തിരി ഫോർമാലിറ്റി ഉണ്ട്. ആധാരം വേണം, മുന്നാധാരം വേണം, അവരെ എവിടം വരെ പൊളിക്കണം, അതിനെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അവിടെ ജനകീയ കമ്മിറ്റി ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതുപോലെ ഞങ്ങൾ ഇത്തവണ അവിടെ ഒരു വികസന സമിതിയുണ്ട്, സമരം നയിച്ചാൽ അവരെയും പിടിച്ചിട്ടുണ്ട്. ആ അച്ഛനൊക്കെ വരാറുണ്ട്. അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. പിന്നീട് ഈ ഒരു റോഡ് വികസനം എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് റോഡ് വികസിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ഇലക്ട്രിക് ലൈൻ മാറ്റിയിടണം, വാട്ടറിൻ്റെ പൈപ്പ് മാറ്റണം, BS ലൈൻ, എല്ലാം അവർക്കുള്ള പണം എല്ലാം അടച്ചു കഴിഞ്ഞു. പക്ഷെ അവർക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ടെൻഡർ കഴിഞ്ഞ് ആരെങ്കിലും വന്ന് എടുക്കണമല്ലോ. അത് മെയ് മാസത്തിൽ അവർ പണി തുടങ്ങും. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടൽ, ഇപ്പോൾ ഞങ്ങൾ 15 തീയതി വീണ്ടും കളക്ടർ മീറ്റിംഗ് അതിൻ്റെ കമ്മിറ്റി വിളിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു പ്രതീക്ഷ ഒരു മെയ് ലാസ്റ്റ് ജൂണോടുകൂടി ഈ വക എല്ലാ ഫോർമാലിറ്റിയും കഴിഞ്ഞാൽ മിക്കവാറും 90% ഭൂമി കയ്യിലോട്ട് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ പണി ആരംഭിക്കാൻ പറ്റും. 1 വർഷത്തിനകം ആ റോഡ് 7 മീറ്ററിൽ വികസിപ്പിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതോടൊപ്പത്തെ മറ്റൊരു കാര്യം കൂടെ നടത്താൻ, ഇവിടെ നേരത്തെ തന്നെ ഒരു ഇൻപേഷ്യൻ്റ് വാർഡിന് പണം അനുവദിച്ചിരുന്നു പണിയാൻ, ഹോസ്പിറ്റലിൻ്റെ കൂടെ. അതിൻ്റെ പണി ആരംഭിക്കുകയും അതിൻ്റെ ഫസ്റ്റ് നല്ല വാർക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ 4 മാസം കൊണ്ട് തന്നെ ഒത്തിരി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി. അതുപോലെ വല്ലാറപാടത്ത് അവിടെ ചില MLA ഫണ്ടിന് ഒരു 3 റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു. ഈ കോൺക്രീറ്റിനോട് ഇലക്ഷൻ കളിച്ചപ്പോഴേക്കിന് ബോധ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചില വെള്ളത്തിൻ്റെ ചില സ്കീമിന് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് MLA ഫണ്ട് കൊടുത്ത് ഇപ്പോൾ കലൂർ ഒരു MLA ഫണ്ടിൻ്റെ വർക്ക് ടാറിങ് ഒഴിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എളമക്കര കഴിഞ്ഞു. അവിടെ ഇത്ര ഞാൻ വേറെ കാര്യം ചെയ്തത്, ഇപ്പോൾ ഈ സമ്പൂർണ്ണ വൈദ്യുതീകരണമുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നത് ഒരു 10 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ്. അതിൽ 50% MLA ഫണ്ട് കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. അതിൻ്റെ അർത്ഥം മിക്കവാറും ഒരു 60 പേർ കുടുംബത്തിനും കറണ്ട് കിട്ടുക. പക്ഷെ അവരുടെ പൈസ നമ്മൾ അടക്കും, MLA ഫണ്ട് അടക്കമാണ്. അത് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ എനിക്ക് ഒരു സന്തോഷം തോന്നിയത് 68ഓളം കമ്പ്യൂട്ടർ ഞാൻ സ്കൂളുകളിൽ കൊടുത്തു. 29 സ്കൂളുകൾക്കായിട്ട് 68 കമ്പ്യൂട്ടർ കൊടുത്തു. അത് ചില പല സ്കൂളുകളിലും ആ പിള്ളേർ കമ്പ്യൂട്ടർ ഒന്ന് കാണുകയുള്ളൂ. മാത്രമല്ല അടുത്ത സാക്ഷരത എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അറിഞ്ഞില്ലെങ്കിൽ സാക്ഷരനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി, ചില UP സ്കൂളും ഈ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ഞാൻ എല്ലാ സ്കൂളുകളിലും
മിനിമം 2 തൊട്ട് ഒരു 5 വരെ കമ്പ്യൂട്ടർ കൊടുക്കും. ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ലിസ്റ്റ് ബാക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ UP സ്കൂളും. പക്ഷേ കുട്ടികൾ ഒരു നാളെ ഒരു കമ്പ്യൂട്ടർ കാണാതിരിക്കുക, മാത്രം കഴിയുമെങ്കിൽ ഒരു ഓപ്പറേറ്റ് ചെയ്യണം. ഒരു LKG അല്ലെങ്കിൽ ഒരു 1ാം ക്ലാസ് കുട്ടിയെങ്കിലും എനിക്ക് കമ്പ്യൂട്ടർ അറിയാം എന്നുള്ള ഒരു ഇത്, അതിനുവേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള സ്കീമാണ്. ഇപ്പോൾ 22 ലക്ഷം രൂപ ആയിക്കഴിഞ്ഞു. ഈ വർഷം എനിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതലാവും. എന്നാലും കുഴപ്പമില്ല, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ബാർ കൗൺസിൽ എറണാകുളത്തിൻ്റെ അവരുടെ സെമിനറി ആയിരുന്നു. അപ്പോൾ ഞാൻ അവർക്കൊരു ഓഫർ കൊടുത്തു. അവർക്കൊരു കെട്ടിടം പൊളിച്ചു പണിയാണ്. ഞാൻ പറയാം MLA ഫണ്ട് ഞാൻ പണം തരാം, നിങ്ങൾ സ്കീം ഉണ്ടാക്കുക. അല്ല, മഹാരാജ് കോളേജ് ക്യാൻറ്റീൻ ആ കെട്ടിടം പൊളിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ പണം തരാം. അതുപോലെ സ്കൂളുകൾക്കുള്ള കെട്ടിടത്തിന്. അപ്പോൾ MLA ഫണ്ട് വളരെ എഫക്റ്റീവായിട്ട് നടപ്പിൽ വരുത്താനുള്ള ഒരു ആശയമുള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ എറണാകുളത്ത് പൊതുവായ ഇപ്പോൾ നമ്മുടെ സഹോദരൻ റോഡ് എത്ര കൊല്ലമായി ഞാൻ നിയമസഭയിലെ സബ്മിഷൻ കൊണ്ടുവന്നു. അപ്പോഴാണ് അറിയുന്നത് 80 ലക്ഷത്തിൽ എസ്റ്റിമേറ്റ് തുടങ്ങി. ഇപ്പോൾ ലേറ്റസ്റ്റ് അതിൻ്റെ എസ്റ്റിമേറ്റ് 10 കോടി രൂപയാണ്. പാലത്തിൻ്റെ വർക്ക് വേറെ 4 കോടി രൂപ. അപ്പോൾ ഇന്നത്തെ മനോരമയിൽ അതിനെക്കുറിച്ച് വലിയൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. ആ സംഭവം ശരിയാണെന്ന് വെച്ചാൽ ഇതുവരെ ഈ അപകടം സംഭവിച്ചിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല ഈ റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? കൊല്ലം എത്രയായി? ശരിക്കും കഴിഞ്ഞ വർഷം വന്ന് മന്ത്രി പാലന മുഹമ്മദ് കുട്ടി അതിൻ്റെ ഉദ്ഘാടനം നടത്തിയ ഈ റിനോവേഷൻ്റെ ഈ ഏപ്രിൽ തീരേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും പണി തുടങ്ങിയിട്ടില്ല. അത് 2-3 ബാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. അപ്പോൾ എറണാകുളത്തിൻ്റെ പൊതുവായ വികസനം താല്പര്യം എടുക്കുക എന്നുള്ള എൻ്റെ ഒരു ലക്ഷ്യം അതാണ്.